കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു സന്തോഷവാർത്ത. നിങ്ങളുടെ ശമ്പളം ഉടൻ കൂടാൻ പോവുകയാണ്. പക്ഷേ ഇത്തവണത്തെ ഈ വർധനവിന് പിന്നില് വലിയൊരു കഥയുണ്ട്. പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി തന്നെ മാറുകയാണ്. എല്ലാവർക്കും ഒരുപോലെ നിർണായകമായ ഈ മാറ്റം എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. അപ്പോ എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യം, ശമ്പളം കൂടുമോ? എപ്പോ കൂടും? ഉത്തരമിതാണ്: അതെ, കൂടും. സർക്കാർ ശമ്പള പരിഷ്കരണം വേഗത്തിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനർത്ഥം നമ്മൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ കയ്യിൽ കൂടുതൽ പണം വരാൻ നല്ല സാധ്യതയുണ്ട്. കേൾക്കുമ്പോൾ സംഭവം കൊള്ളാല്ലേ? പക്ഷേ ഈ വേഗതയ്ക്ക് പിന്നില് ഒരു വലിയ ട്വിസ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മളൊക്കെ കേട്ടു പരിചയിച്ച, പതിറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന ഒരു സംവിധാനമാണ് ഇവിടെ പൊളിച്ചെഴുതാൻ പോകുന്നത്. അതെ, ഇതാണ് ആ ട്വിസ്റ്റ്. നമ്മളൊക്കെ ഇത്രയും കാലം കേട്ട് പരിചയിച്ച ശമ്പള കമ്മീഷൻ എന്ന സംഭവം അതിനി ഇല്ല. സർക്കാർ ഈ തവണ ആ സംവിധാനം ഉപേക്ഷിക്കുകയാണ്. പകരം തികച്ചും പുതിയൊരു രീതിയാണ് വരാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ. അപ്പം എന്താണ് ഈ പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം? ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കിയേ. ഇടതുവശത്ത് കാണുന്നില്ലേ, ആമയെ പോലെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു പ്രോസസ്സ്? അതായിരുന്നു പഴയ ശമ്പള കമ്മീഷൻ. മാസങ്ങൾ നീളുന്ന ചർച്ചകൾ, യാത്രകൾ, ഒരുപാട് പഠനങ്ങൾ. എന്നാൽ വലതുവശത്തോ, ഒരു റോക്കറ്റ് പോലെ ഒറ്റയടിക്ക് കാര്യത്തിലേക്ക്. ഒരു ഫോർമുലയുണ്ട്, അതുപയോഗിച്ച് അതിവേഗം ശമ്പളം തീരുമാനിക്കും. സിമ്പിൾ. വേഗതയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ശരി, അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരുന്നുണ്ടാവും. എന്തിനാണിപ്പോ പെട്ടെന്നിങ്ങനെ ഒരു മാറ്റം? ഇത്രയും കാലം തുടർന്നു പോകുന്നൊരു രീതി എന്തിനാണ് സർക്കാർ മാറ്റുന്നത്? അല്ലേ? ഇവിടെയാണ് കഥ ശരിക്കും രസകരമാവുന്നത്. കാരണം ഇതിനു പിന്നിലെ പരസ്പരം പോരടിക്കുന്ന രണ്ട് ശക്തികളുണ്ട്. ഒന്ന്, സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി. അതുകൊണ്ട് ശമ്പളം കൂട്ടുന്നത് നീട്ടിവെക്കാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷേ രണ്ടാമത്തെ കാരണം രാഷ്ട്രീയം. ഈ എടുത്തു കഴിഞ്ഞ ഇലക്ഷനില്ലേ, അതിന്റെ ഫലം വന്നതോടെ കാര്യങ്ങൾ വേഗത്തിലാക്കാനൊരു സമ്മർദ്ദമായി. അപ്പൊ പണത്തിന്റെ കുറവും രാഷ്ട്രീയ സമ്മർദ്ദവും തമ്മിലൊരു വടംവലി നടന്നു. ഈ ടൈംലൈൻ നോക്കിയാൽ സംഭവം സിമ്പിളായിട്ട് മനസ്സിലാവും. ശരിക്കും ഇത് നടക്കേണ്ടിയിരുന്നത് 2024 ജൂലൈയിലാണ്. പക്ഷേ ഖജനാവിലെ അവസ്ഥ കാരണം അത് മെല്ലെ മെല്ലെ നീട്ടിക്കൊണ്ടുപോയി. എന്നാൽ ഇലക്ഷൻ ഫലം വന്നതോടെ പെട്ടെന്നൊരു ഉണർവുണ്ടായി. ഇപ്പോൾ എത്രയും പെട്ടെന്നിത് നടപ്പാക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് സർക്കാർ. അപ്പോ ഈ ഓട്ടം നടത്താനായിട്ട് ഒരു പുതിയ ടീമിനെ അങ്ങോട്ട് നിയമിച്ചു. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് തലപ്പത്ത്. ഇവരുടെ ജോലി ഒന്നേയുള്ളൂ: നീണ്ട ചർച്ചകളോ പഠനങ്ങളോ ഒന്നും വേണ്ട, എത്രയും പെട്ടെന്ന് ശമ്പളം കൂട്ടിയിരിക്കണം. ചുരുക്കത്തിൽ മിഷൻ ഇതാണ്: സ്പീഡ്. ശരി, ഇനി നമ്മൾ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ്. എല്ലാവരും കാത്തിരിക്കുന്ന ആ ചോദ്യം, എങ്ങനെയാണ് ഈ പുതിയ ശമ്പളം കണക്കുകൂട്ടുന്നത്? ആ ഫോർമുല എന്താണ്? നമുക്ക് ആ കണക്കുകളിലേക്കൊന്ന് ഡൈവ് ചെയ്യാം. അപ്പോ എങ്ങനെയാണ് നമ്മുടെ പുതിയ ശമ്പളം കണക്കാക്കുക? ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്തു നോക്കാം. ഇതിനാകെ വേണ്ടത് ഒന്നേ ഒരു കാര്യം മാത്രം: നിങ്ങളുടെ ഇപ്പോഴത്തെ അടിസ്ഥാന ശമ്പളം, അതായത് ബേസിക് സാലറി. അതെ, ഇതാണ് ആ മാന്ത്രിക സംഖ്യ 1.38. ഇത് ഓർത്തുവെച്ചോളൂ, 1.38. നിങ്ങളുടെ പുതിയ ശമ്പളം എത്രയാണെന്ന് തീരുമാനിക്കുന്നതിലെ പ്രധാന താരം ഈയൊരു നമ്പറാണ്. അപ്പൊ ഫോർമുല ഇത്രയുള്ളൂ: നിങ്ങളുടെ ഇപ്പോഴത്തെ ബേസിക് സാലറി ഇല്ലേ, അതിന് 1.38 കൊണ്ട് ഗുണിക്കുക. അപ്പൊ കിട്ടുന്ന ആ തുകയായിരിക്കും നിങ്ങളുടെ പുതിയ ശമ്പളത്തിന്റെ ഒരു ഏകദേശ രൂപം. എങ്ങനെയുണ്ട്? സിമ്പിളല്ലേ? അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ 1.38 എവിടുന്നാ വന്നേന്ന്, അല്ലേ? ഇതങ്ങനൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല കേട്ടോ. കഴിഞ്ഞ തവണത്തെ ശമ്പള പരിഷ്കരണത്തിലും ഏകദേശം ഇതേ ഫോർമുല തന്നെയാണ് ഉപയോഗിച്ചത്. അതായത് ഇത് പരീക്ഷിച്ച് വിജയിച്ചൊരു വഴിയാണ് സർക്കാർ വീണ്ടും പിന്തുടരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോർമുലയും പുതിയ സമിതിയുമൊക്കെ കൊള്ളാം. പക്ഷേ ഇതുകൊണ്ട് സാധാരണക്കാരായ ജീവനക്കാർക്കും പെൻഷൻകാർക്കും എന്താണ് ഗുണം? അവരുടെ പോക്കറ്റിൽ എന്തു മാറ്റമാണ് വരാൻ പോകുന്നത്? നമുക്ക് നോക്കാം. ഈ കണക്കുകളിലേക്കൊന്ന് നോക്കിയേ. ഇപ്പോ ഏറ്റവും കുറഞ്ഞ ബേസിക് സാലറി 23,000 രൂപയാണ്. പുതിയ ഫോർമുല വെച്ച് അത് ഏകദേശം 31,740 രൂപയിലേക്കെത്തും. ഇനി ഏറ്റവും കൂടിയ ശമ്പളം നോക്കിയാലോ, 1,66,800 രൂപയിൽ നിന്ന് നേരെ പോകുന്നത് ഏകദേശം 2,30,184 രൂപയിലേക്കാണ്. ഇത് വെറുമൊരു വർധനവല്ല, ശരിക്കും ഒരു കുതിച്ചുചാട്ടം തന്നെയാണ്. എന്നാൽ കേട്ടോളൂ, നല്ല വാർത്തകൾ ഇവിടെ തീരുന്നില്ല. ഈ വർധനവ് വെറും അടിസ്ഥാന ശമ്പളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അതെ, ഈ വർധനവ് ബേസിക് സാലറിയിൽ മാത്രം ഒതുങ്ങില്ല. നിങ്ങളുടെ ഹൗസ് റെന്റ് അലവൻസ്, അതായത് HRA, അതുപോലുള്ള മറ്റ് അലവൻസുകളൊക്കെ ഇതിനനുസരിച്ച് കൂടും.
അതിന്റെ അർത്ഥമെന്താണെന്ന് വെച്ചാൽ മാസം കയ്യിൽ കിട്ടുന്ന ശമ്പളം മൊത്തത്തിൽ നല്ല രീതിയിൽ കൂടും. ഇത് ജീവനക്കാരെ സംബന്ധിച്ചു വലിയൊരു നേട്ടം തന്നെയാണ്. ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി എന്ന് കരുതുന്നു. വിശദമായ പഠനവും ചർച്ചയുമൊക്കെ ഒഴിവാക്കി വേഗത്തിൽ കാര്യങ്ങൾ നടപ്പാക്കാൻ ഒരു ഫോർമുല രീതി സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി നമ്മുടെ എല്ലാം മുന്നിൽ ഒരു വലിയ ചോദ്യമുണ്ട്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ ഫോർമുല വെച്ചുള്ള കളി ഈ ഒരു തവണത്തേക്ക് മാത്രമുള്ളതാണോ, അതോ ഇനി അങ്ങോട്ട് ശമ്പള കമ്മീഷൻ എന്ന സംവിധാനമേ ഉണ്ടാകില്ല? ഇത് കേരളത്തിന്റെ നയങ്ങളിൽ വരാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണോ? വേഗത നല്ലത് തന്നെയാണ്, അതിലാർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. പക്ഷേ ജീവനക്കാരുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും വിശദമായി ചർച്ച ചെയ്യാതെ, കേൾക്കാതെ ഒരു ഫോർമുലയെ മാത്രം ആശ്രയിക്കുന്നത് ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ എത്രത്തോളം നല്ലതാണ്? ഈ വേഗതയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടിവരുന്ന വില എന്തായിരിക്കും? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? എന്തായാലും ഇതിന്റെ ഉത്തരം കാലം തന്നെ നമുക്ക് കാട്ടിത്തരും.